ഓണം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആശങ്കയിലാണ് ആലപ്പുഴ മാർക്കറ്റിലെ വ്യാപാരികൾ. അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം ഓണം വിപണിയെ സാരമായി ബാധിച്ചേക്കുമെന്ന ഭീതിയിലാണവർ. അവശ്യ സാധനങ്ങളുടെ വില ദിനംപ്രതി ഉയരുന്നതോടെ ഇക്കുറി ഓണം ദുരിതപൂർണമാകുമെന്ന് ജനങ്ങൾ പറയുന്നു. ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ അജയ്നാഥ് തയ്യാറാക്കിയ വാർത്തയിലേക്ക്. ഓണമിങ്ങെത്തി. ഓണം വിപണി ഉണർന്നില്ലെങ്കിലും അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം വ്യാപാരികളെയും സാധാരണക്കാരെയും വല്ലാതെ വലയ്ക്കുകയാണ്. ഓണം അടുക്കുന്നതോടുകൂടി തന്നെ ഓണം വിപണി കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആലപ്പുഴയിലെ ചില വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും പ്രതികരണങ്ങളിലേക്ക്. വിലക്കയറ്റമാണ്. നമുക്കിപ്പം സാധാരണക്കാരെ അപേക്ഷിച്ച് നമുക്ക് നമ്മുടെ ചിലവിനനുസരിച്ച് നിയന്ത്രിച്ച് പോകാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്കതുപോലത്തെ ജോലി, നമുക്ക് ശമ്പളം കുറവാണ്. അപ്പം വിലക്കയറ്റം അതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഓണത്തിന് ചിപ്സിനൊക്കെ ആണെങ്കിലും നല്ല വില ഉണ്ടാവും. എണ്ണയാണേലും വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. എല്ലാ സാധനവും കച്ചവടം ആയിട്ടില്ല. ഓണത്തിൻ്റെ കച്ചവടം ആയിട്ടില്ല. ഇനി കുറച്ച് ദിവസം കൂടെ കഴിയും, 2 ആഴ്ച കൂടെ ഒക്കെ കഴിയണം. വിലക്കയറ്റം ബാധിക്കുമല്ലോ. ഇപ്പോൾ വിലക്കയറ്റം ആകുമ്പോൾ ഇപ്പോൾ 1 കിലോ വാങ്ങിക്കുന്നവൻ 1/2 കിലോ ആക്കും. അപ്പോൾ കച്ചവടത്തെ ബാധിക്കും. അത് വില കൂടുതൽ, തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുന്നില്ല, വിലക്കയറ്റം കൂടുതൽ, സാധാരണക്കാരന് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയായി വന്നിരിക്കുകയാണ്. ഓണം വെള്ളത്തിലാവുമെന്നാണ് തോന്നുന്നത്. ആ കാര്യം ഇതില്ല. വലിയ പാടാണ് നിർവഹിക്കുക. ഒരു വണ്ടിയും കൊണ്ട് നടക്കുന്നവനെ നിയമിക്കാൻ ഭയങ്കര പാടാണ്. വണ്ടി ഓടിക്കുന്നവന് ഒന്നും കിട്ടാനില്ല. എല്ലാത്തിനും വില കയറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സവോള വില കൂടിയിരിക്കണം, ഉള്ളി വില കൂടിയിരിക്കുകയാണ്. പെട്രോളിൻ്റെ വില വർധനമാണ് ഇതിന് കാരണമായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് ട്രാവലിങ്, അതായത് ഒരു മൂട്ട വില ഇറക്കുന്നതിന് ആദ്യം 80 രൂപയായിരുന്നു. ഇപ്പോൾ 100 രൂപയാണ്. 20 രൂപയാണ് മൂട്ടയ്ക്ക് ഇവർ കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം അവർ പറയുന്നത് പെട്രോളിന് വില വർധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പച്ചക്കറി ആണെങ്കിൽ ഇപ്പോൾ ഓണം വരാൻ പോകുന്നു. ഓണം വരുമ്പോൾ സാധാരണ വില കുറഞ്ഞ് നിൽക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും പരിഹാരം കാണുന്നില്ല. ഇപ്പോൾ ലൈനിൽ വിളിക്കുമ്പോൾ ഉള്ളി വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. 70 രൂപ 80 രൂപയോളം നമ്മളെ ഹോൾസെയിൽ വില നിൽക്കുന്നുണ്ട് ഉള്ളിക്ക് മാത്രം. സവോളയാണെങ്കിൽ 20 രൂപയ്ക്ക് 22 രൂപയ്ക്ക് കിടന്ന സവോള ഇപ്പം 30 രൂപയ്ക്ക് മേളിലായി. നല്ല വിലയേക്കാൾ പോകുന്നത്. പച്ചക്കറികളും ദൈനംദിനം വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, വില കുറയുന്ന ഒരു സാഹചര്യം കാണുന്നില്ല. വിലക്കയറ്റമൊന്നും കാണുന്നില്ല, ഇതുവരെ കാണുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഓണത്തെ കൂടും, പച്ചക്കറിക്കൊക്കെ വില കൂടും, സ്വാഭാവികമായിട്ടും കൂടും. ഇതിനെയൊക്കെ ബാധിക്കും. വില പുറത്തൊന്നും വരുന്നതല്ല, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതല്ല. അപ്പം ബാധിക്കും. 8 മണിക്കുള്ള ആളുകൾ, പിന്നെ മാർക്കറ്റിൽ ആളില്ല. ഇപ്പം കച്ചവടം വളരെ മോശം. ഓണമായിട്ടും ഒരു അനക്കമൊന്നുമില്ല. മാർക്കറ്റ് മോശമായിട്ടിരിക്കുക. കച്ചവടം ഒന്നും നടക്കുന്നില്ല. വിലക്കയറ്റം കൊണ്ട് അതായിരിക്കണം ആളുകൾ വരാതെന്ന് തോന്നുന്നത്. എന്തായാലും സംഭവം കച്ചവടത്തിൽ വളരെ മോശമാണ് മാർക്കറ്റ് കാണിക്കുന്നത്. ഈ കൊല്ലം പോലെ എങ്ങനെയാണെന്ന് പറയാനൊക്കെ കണ്ടീഷൻ നമുക്ക് കാണാം. ഇക്കുറി ഓണക്കാലം വറുതിയുടെ കാലമാകുമോ എന്ന ആശങ്കയിലാണ് പൊതുജനങ്ങൾ. ആറാദശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.